ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡ്രൈവർ എക്സാമിന് ചോദിച്ച ട്രേഡിലെ 50 ചോദ്യങ്ങൾ. അപ്പോൾ വരുന്ന 17-ാം തീയതി ഡ്രൈവർ എക്സാം അതിൻ്റെ പ്രിലിം എന്ന പോലെ നടക്കുവാണ്. അപ്പോൾ 50 മാർക്ക് ട്രേഡും 50 മാർക്ക് GKയുമാണ്. അപ്പോൾ ഈ 50 ട്രേഡ് എന്ന് പറയുന്നത് മുൻകാല ചോദ്യങ്ങളുടെ തനി ആവർത്തനം തന്നെയായിരിക്കും. അപ്പോൾ ഈ ചാനലിൽ ഇതുവരെയുള്ള ഡ്രൈവറിൻ്റെ എല്ലാ ചോദ്യപേപ്പറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇത് പറയുമ്പോൾ ഒരു ആവർത്തന വിരസത ഉണ്ടാകും. എന്നിരുന്നാലും ഒന്നുകൂടി ഒന്ന് കേൾക്കുക. കാരണം ഇടയ്ക്ക് ഏതെങ്കിലും ചോദ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് മാറിപ്പോയേക്കാം. അപ്പോൾ ചോദ്യം ഒന്ന് കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു ഓൺലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോം തന്നെയാണ് അൺഅക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്ത ഈ ഒരു ഓൺലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോമിൽ ഒട്ടനവധി ബാച്ച് കോഴ്സുകളായിട്ടാണ് ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നത്. അതിൽ ആദ്യം പറയുന്നു ദൗത്യം എന്ന ബാച്ച് കോഴ്സ്. ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന ബാച്ച് കോഴ്സാണ് ദൗത്യം. തുടർന്നുള്ള ജേതാവ് എന്നൊരു 80 ദിവസ ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. LGS മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ജേതാവ് എന്ന ബാച്ച് കോഴ്സ്. പിന്നെ ദിശ എന്ന ബാച്ച് കോഴ്സ് 12th ലെവലിനെ ഇക്വലൻ്റ് ആക്കി കൊണ്ടുള്ള ഒരു ദിശ എന്ന ബാച്ച് കോഴ്സ്. LGS മെയിൻ ആസ്പദമാക്കി ജേതാവ് എന്ന ബാച്ച് കോഴ്സും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി ടെസ്റ്റ് സീരീസും ഇപ്പോൾ നടന്നു വരുന്നു. അപ്പോൾ ഇതിൽ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് 1ാം റാങ്ക് മേടിക്കുന്നവർക്കും നല്ല മികച്ച റാങ്ക് മേടിക്കുന്നവർക്കും ഒട്ടനവധി പ്രൈസസ് ആണ് അൺഅക്കാഡമി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എല്ലാം നമുക്കാവശ്യമായ എല്ലാം ഇതിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അക്കാഡമി 10 എന്ന കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ 8415 രൂപയ്ക്ക് ലഭ്യമാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസാണ് ലക്ഷ്യമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ഒരുപാട് സഹായിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, വാഹനാപകടം സംഭവിച്ചാൽ ആഘാതത്തിൽ നിന്നും ആന്തരാവയവങ്ങൾ തകരുന്നതിൽ നിന്നും രക്ഷ നേടാൻ നിയമം അനുശാസിക്കുന്നത് എന്ത്? ഓപ്ഷൻ മൊത്തത്തിൽ എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. എയർ ബാഗ് ഉണ്ടായിരിക്കണം, കൊളാപ്സബിൾ സ്റ്റീൽ ഉണ്ടായിരിക്കണം, ക്രാഷ് ഗാർഡ് ഉണ്ടായിരിക്കണം, സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് ഇതിലേതാണ്? സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. ഇനി നോക്കാം, സീറ്റ് ബെൽറ്റ് നമ്മുടെ MV ആക്ടിൽ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്നത് 138, 125, 1 ഇങ്ങനത്തെ സെക്ഷനിലേക്കാണ് സീറ്റ് ബെൽറ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, സ്കൂൾ പരിസരങ്ങളിൽ ഹെവി വാഹനങ്ങളുടെ വേഗപരിധി. അപ്പോൾ വേഗപരിധി എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ MVD അവരുടെ വെബ്സൈറ്റിൽ kerala.mvd.gov അതൊന്ന് സെർച്ച് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കൃത്യമായി കാണും. അതിൽ നമ്മുടെ ഇവിടെ ഹെവി വാഹനങ്ങൾ അതിൽ 2 സെക്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യ സെക്ഷനിൽ ഉള്ളത് ഹെവി വാഹനങ്ങളുടെ പരമാവധി വേഗത സ്കൂൾ പരിസരത്ത് 25. ഇനി പ്യുവർ ഹെവി വാഹനങ്ങൾ അങ്ങനത്തെ രണ്ടാമത്തെ സെക്ഷനിൽ അത് കൊടുത്തിരിക്കുന്നത് 30 km/h. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷനിൽ നോക്കുക, ഇവിടെ 25 ഉണ്ടോ 30 ഉണ്ടോ? അപ്പോൾ ഓപ്ഷൻ C 25 നമുക്കിത് ആൻസർ കൊടുക്കാം. എന്നാൽ ആൻസറിൽ 30 ഉണ്ടെങ്കിൽ അതും ആൻസറായിട്ട് വരുന്നതായിരിക്കും. അതും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, മൾട്ടി ടോൺ എയർ ഹോൺ ഉപയോഗിക്കുന്നത് ഏത് സ്ഥലത്താണ് നിരോധിച്ചിട്ടുള്ളത്? അപ്പോൾ എയർ ഹോൺ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. GVR എന്നാൽ എന്താണ്? ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡ്. അപ്പോൾ ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡാണ് GVR. ഇനി GVW ഉണ്ട്. എന്താണ് അത്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അപ്പോൾ അത് മാറിപ്പോകരുത്. അടുത്ത ചോദ്യം, സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയാണ്? ഇപ്പോൾ
അനുവദിച്ചിട്ടുള്ളത് 50 km/h ആണ്. നേരത്തെ 40 ആയിരുന്നു. പുതിയ അപ്ഡേഷൻ പ്രകാരം 50 km/h. സ്റ്റോപ്പ് ലൈൻ എന്നാൽ എന്താണ്? ഓപ്ഷൻ ഡി, കാൽനടക്കാർ മുറിച്ച് കടക്കുന്ന സ്ഥലത്ത് കുറുകെയുള്ള വര. അപ്പോൾ സീബ്ര ക്രോസിംഗ് ഉണ്ടാകും. അപ്പോൾ അതിനു മുമ്പ് വാഹനം നിർത്താൻ വേണ്ടി ഇവിടെ ഒരു ലൈൻ ഇട്ടിരിക്കും. അപ്പോൾ ഇവിടെയാണ് വാഹനം എല്ലാം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈനിനെയാണ് സ്റ്റോപ്പ് ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ക്രോസിൽ എല്ലാ ചോദ്യത്തിലും കാണും എന്താണ്? വാഹനം നിർത്തി ഇറങ്ങി നോക്കി ട്രെയിൻ വരുന്നില്ല എന്ന ഉറപ്പ് വരുത്തി കടന്നു പോകണം. യു ടേൺ തിരിയുമ്പോൾ ഏത് സിഗ്നലാണ് കാണേണ്ടത്? അപ്പോൾ നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യു ടേൺ നമുക്ക് തിരിയണം. അപ്പോൾ റൈറ്റിലേക്കാണ് തിരിയേണ്ടത്. യു ടേൺ ആകുമ്പോൾ റൈറ്റ് ആണല്ലോ. അപ്പോൾ ഏതാണ്? നമ്മുടെ റൈറ്റ് സിഗ്നലാണ് കാണിക്കേണ്ടത്. അടുത്ത ചോദ്യം, റോഡ് റിപ്പയർ, ജാഥ എന്നിവ കണ്ടാൽ വാഹനം ഓടിക്കാവുന്ന പരമാവധി വേഗത എത്രയാണ്? 25 km/h. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 185 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം എന്താണ്? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. മോട്ടോർ ക്യാബിൻ്റെ പരമാവധി സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്? ഓപ്ഷൻ എ 7. അടുത്ത ചോദ്യം, മീഡിയം മോട്ടോർ വെഹിക്കിൾ എന്നാൽ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ്. അപ്പോൾ മീഡിയം ആവുമ്പോൾ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 7500 മുകളിലും 12000 കിലോഗ്രാമിന് താഴെ ആയിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ വച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ ബി മാത്രമാണ് വരുന്നത്, 12000 കിലോഗ്രാമിൽ താഴെ. അടുത്ത ചോദ്യം, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധനമില്ലാത്ത സ്ഥലം എവിടെയാണ്? വൺ വേയിലാണ്. അപ്പോൾ വൺ വേ നിരനിരന്ന് പോകാമല്ലോ. അപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നത് നിരോധനം ഇല്ല. വാഹനം വലതു ഭാഗത്തേക്ക് തിരിയുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ ഡി, റോഡിൻ്റെ മധ്യം കേന്ദ്രീകരിച്ച് തിരിച്ചു തുടങ്ങുകയും ചെന്നു കയറുന്ന റോഡിൻ്റെ ഇടതുവശം ചേരത്തക്ക രീതിയിൽ വേണം തിരിയാൻ. റിവേഴ്സ് ഗിയറിൽ വാഹനം ഓടിക്കാൻ പാടില്ലാത്തത് എവിടെയാണ്? വൺ വേയിൽ. അടുത്ത ചോദ്യം, ചരക്ക് വാഹനങ്ങളിൽ പുറകുഭാഗത്ത് ലോഡ് തള്ളി നിൽക്കാവുന്ന പരമാവധി വേഗത എത്രയാണ്? 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ. വാഹനം പാർക്ക് ചെയ്യുന്നതിന് നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലം എവിടെയാണ്? കോടതി പരിസരം. അപ്പം ബാക്കിയുള്ള എല്ലാം നോക്കിയാൽ മതി. വളവുകളിൽ ഒരിക്കലും നിർത്താൻ പാടില്ല, പെഡസ്ട്രിയൽ ക്രോസിംഗ് പാടില്ല, ബസ് സ്റ്റോപ്പിലും പാടില്ല, കോടതി പരിസരം. ട്രാക്ടറിൽ പരമാവധി എത്ര പേർക്ക് കയറാം? അതായത് ഡ്രൈവറിനെയാണ് ഉദ്ദേശിച്ചത്. ഒരാൾ, ഡ്രൈവറെ കൂടാതെ മറ്റൊരു ആൾക്കും ട്രാക്ടറിൽ കയറാൻ പാടില്ല. മറ്റൊരു വാഹനത്തിൻ്റെ പിന്നിൽ പോകുമ്പോൾ പാലിക്കേണ്ട അകലം എന്താണ്? മുൻപിലെ വാഹനം പെട്ടെന്ന് നിർത്തിയാൽ അതിൽ ചെന്ന് ഇടിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന അകലം. ഹെവി പാസഞ്ചർ വാഹനത്തിൽ എത്ര പേരെ കയറ്റാം? അത് എവിടെയുണ്ട്? പെർമിറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അത് പ്രകാരം. മോട്ടോർ വാഹന നിയമം 112 എന്താണ്? വേഗതാ നിയന്ത്രണം. ഓപ്ഷൻ ഡി. പ്രൈവറ്റ് കാറുകളുടെ പരമാവധി വേഗതാ പരിധി ഇപ്പോൾ എത്രയാണ്? 4 വരി പാതകളിൽ 90 km/h. റോഡിൽ മഞ്ഞവര ഇട്ടിരിക്കുന്നത് എന്താണ്? മഞ്ഞവര തൊടാനോ അത് മുറിച്ച് കടക്കാനോ പാടില്ല. കെട്ടിവലിക്കുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട അകലം 5 മീറ്റർ. ഹസാർഡസ് ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടത് എന്തിനാണ്? എക്സ്പ്ലോസീവ് ഗുഡ്സ് ഓടിക്കാൻ. ആൽക്കഹോളിൻ്റെ സാന്നിധ്യം ഡ്രൈവറുടെ രക്തത്തിൽ എത്ര അളവിൽ കൂടുതലായാലാണ് ശിക്ഷാർഹമാകുന്നത്? 30 mg/100 ml. രാത്രികാലങ്ങളിൽ അത്യാവശ്യമായി വാഹനം പാർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ PC കൊടുത്ത ആൻസർ ഹസാർഡ് വാണിംഗ് ലാമ്പ് ഓണായിരിക്കണം എന്നാണ്. എന്നാൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പാർക്ക് ലാമ്പ് ഓണായിരിക്കണം. ഈ ഹസാർഡ് വാണിംഗ് ലാമ്പ് എന്തിനാണ് ഇടുന്നത്? അത് നമ്മുടെ വാഹനം കേടാണ്, മുന്നോട്ട് പോകില്ല എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ.
ട്രാഫിക് സിഗ്നൽ ലൈറ്റിലെ പച്ച നിറം മാറി മഞ്ഞ നിറം തെളിഞ്ഞാൽ എന്ത് ചെയ്യണം? വാഹനം നിർത്തണം. റെയിലിംഗ് ബാരിയർ എന്തിനാണ് നൽകിയിരിക്കുന്നത്? എന്താണ്? കാൽനടക്കാർ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ. നിർബന്ധമായും പാലിക്കേണ്ട റോഡ് ചിഹ്നങ്ങൾ ഏത് ആകൃതിയിലാണ്? വൃത്താകൃതി. മാൻഡേറ്ററി. ഇരുചക്ര വാഹനങ്ങളിൽ നിർബന്ധമല്ലാത്ത ഒരു ഘടകം ഏതാണ്? വിങ് പ്രൊട്രാക്ടർ. ഹെവി വാഹനങ്ങൾക്ക് ഗഡ് റോഡുകളിൽ അനുവദനീയമായ പരമാവധി വേഗത എത്രയാണ്? 35 km/h. അപ്പോൾ ഇതും ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 30-40 പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഹെവി വാഹനങ്ങൾ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നതിൽ 30ഉം രണ്ടാമത്തെ പ്യുവർ ഹെവി ആണെങ്കിൽ അത് 40 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹെവി വാഹനങ്ങൾക്ക് ഗട്ട് റോഡുകളിൽ ഇപ്പോൾ എത്രയാണ്? 30-40. ഇതിലേതെങ്കിലും ഒരെണ്ണം ഓപ്ഷൻ കാണാം, അതങ്ങ് ആൻസർ കൊടുക്കുക. വാഹനം ഓടിക്കുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാണ്? ബ്രേക്ക് സിസ്റ്റം. ഇതെല്ലാം നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. വാഹനം അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്കു പറ്റിയാൽ ഡ്രൈവർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്രഥമ ശുശ്രൂഷ നൽകുക. ഹസാർഡസ് ഗുഡ്സ് വാഹനത്തിൽ പ്രത്യേകം ഉണ്ടായിരിക്കേണ്ട ഉപകരണം എന്താണ്? സ്പാർക്ക് അറസ്റ്റർ. നിയമപ്രകാരം ഒരു മോട്ടോർ വാഹനത്തിന് അനുവദനീയമായ പരമാവധി വീതി എത്രയാണ്? 2.7 മീറ്റർ. ഗട്ട് റോഡുകളിൽ എന്താണ്? സഡൻ ബ്രേക്കിംഗ് പാടില്ല, ക്ലച്ച് ചവിട്ടിപ്പിടിച്ച് ഓടിക്കരുത്. രണ്ടും ആൻസറായി വരും. PSC കൊടുത്തു ക്ലച്ച് ചവിട്ടിപ്പിടിച്ച് ഓടിക്കരുത്. ശാരീരികമായും മാനസികമായും അയോഗ്യതയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്നത് 185 കഴിഞ്ഞിട്ടുള്ള 186 പ്രകാരം ശിക്ഷാർഹമാണ്. തികച്ചും അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രം ചെയ്യാവുന്ന ഒന്നാണ് ഏതാണ്? സഡൻ ബ്രേക്കിംഗ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഏറ്റവും നിർബന്ധമായി വേണ്ട കാര്യം എന്താണ്? ഇൻഡിക്കേറ്ററുകൾ ഉണ്ടായിരിക്കുകയും ഉപയോഗിക്കുകയും വേണം. ഏത് തരം വാഹനങ്ങൾക്കാണ് എമർജൻസി ഇൻഫർമേഷൻ പാനൽ നിർബന്ധമാക്കിയിട്ടുള്ളത്? ഏതാണ്? ഹസാർഡസ് ഗുഡ്സ്. മുൻപിൽ വഴുക്കലുള്ള റോഡ് എന്ന മുന്നറിയിപ്പ് ചിഹ്നം കണ്ടാൽ എന്ത് ചെയ്യണം? ഗിയർ ഡൗൺ ചെയ്ത് ഓടിച്ചു പോകണം, അതായത് വേഗത കുറയ്ക്കണം. ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്ത്? മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ തൊട്ടുപിറകിലെത്തി ഓപ്ഷൻ എ നോക്കാം. മുന്നിൽ പോകുന്ന വാഹനത്തെ പിന്തുടർന്ന് അകലം പാലിക്കാതെ ഓടിക്കുന്നത്. ഹാൻഡ് ബ്രേക്കിൻ്റെ ആവശ്യം എന്താണ്? പാർക്കിങ്ങിന്. വാഹനം കെട്ടിവലിക്കുമ്പോൾ പരമാവധി അനുവദിക്കപ്പെട്ട വേഗത 24 km/h. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? മറ്റുള്ളവർ നിയമലംഘനമുണ്ടാക്കും എന്ന മുൻകരുതലോടെ ഉള്ള ഡ്രൈവിംഗ്. താഴെ പറയുന്നതിൽ സ്വകാര്യ വാഹനം അല്ലാത്തത് ഏതാണ്? പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ. യു ടേൺ പാടില്ലാത്ത സാഹചര്യം എന്താണ്? തുടർച്ചയായി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ. മഞ്ഞ പ്രകാശമുള്ള ലൈറ്റ് ഉപയോഗിക്കുന്ന സാഹചര്യം എപ്പോഴാണ്? ഫോഗ് ലാമ്പ് മഞ്ഞുള്ളപ്പോൾ. കേന്ദ്ര മോട്ടോർ വാഹന റൂൾ 125 പ്രകാരം നിർബന്ധമായത് ഏതാണ്? സീറ്റ് ബെൽറ്റ്. ഓപ്ഷൻ ബി സീറ്റ് ബെൽറ്റ്. അപ്പോൾ ഇത്രയുമാണ് ചോദ്യങ്ങൾ. അപ്പോൾ മറന്നുപോയത് ഏതെങ്കിലുമൊക്കെ കാണും, ഒന്ന് ഓർത്തൊന്ന് വയ്ക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.